ഇറങ്ങി എനിക്ക് കളിക്കാൻ വയ്യ ഇനി. എനിക്ക് വയ്യ. ഇവിടെ ഒരു 2 ഗെയിം കൂടെ. എനിക്ക് വയ്യ. ഇവിടെ നീ കൊച്ചി ഇറക്കാനില്ലയോ? ഇതെന്താ ഇത്ര പെട്ടെന്ന് കുഴയുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ, മാമ എങ്ങനെ ഇത്രയും നേരമായിട്ട് ഭയങ്കരമായിട്ട് എനർജി ആയിട്ട് നിക്കണത്? അതൊക്കെയാടാ, ഇത് കളരി ബോഡിയാ. കളരി 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 നീ കേട്ടിട്ടുണ്ടോ? നീ അതെന്താ സാധനം? കേട്ടിട്ടില്ലേ? ഇവിടെ കളരി പഠിക്കണം. അല്ലാതെ നിന്റെ ആശാന്റെ കൂടെ ഒന്നും പണി പഠിച്ചാലാ അങ്ങേർക്കും ഒന്നും അറിഞ്ഞുകൂടാടാ. അത് ഞാൻ ആശാന്റെ കൂടെ പണി പഠിക്കാൻ വന്നതല്ലല്ലോ. ഇനി ഞാനാണെങ്കിൽ വെറുതെ ടൈം കളയാനായിട്ടാണ് ഇവിടെ വന്നത്. ശങ്കര, നീ എന്റെ കൂടെ വന്നാൽ നിന്നെ കളരി പഠിപ്പിച്ച് ഒരു കളരി ശ്രീ ആക്കി തരാം. കളരി ശ്രീയോ? അതെന്തുവാ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കളരി പഠിക്കുന്ന കൂട്ടത്തില് മിടുക്കന്മാരായിട്ടുള്ളവർക്ക് ആദ്യം ഞങ്ങള് കളരി ശ്രീ കൊടുക്കും. പിന്നെ കളരി ഭൂഷൺ, കളരി വിഭൂഷണൻ, ഏറ്റവും അവസാനം കളരി രത്ന. എനിക്ക് തന്നെ ഈ കഴിഞ്ഞ വർഷമാണ് കളരി രത്ന കിട്ടിയത്, അറിയാവോ? അത് എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നടാ. പുള്ളി ഭയങ്കര കൃഷിക്കാരനും ഒക്കെ ആയിരുന്നു, കളരി ആശാനുമായിരുന്നു. ആ അമ്മാവനാണ് എന്നെ കളരി പഠിപ്പിക്കുന്നത്. അമ്മാവനെ കളരി പഠിപ്പിക്കാൻ വേറൊരു കാര്യമുണ്ട്. വേറൊരു കഥയുണ്ടാ, പറഞ്ഞുതരാം. അതായത് അമ്മാവന് കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ദിവസം പച്ചക്കറിയും മറ്റു സാധനങ്ങളും കൊലയും ഏത്തവാഴ കൊലയും എല്ലാം കൂടെ ഈ കാളവണ്ടി കയറ്റിക്കൊണ്ട് ചന്തയ്ക്ക് പോയി. അപ്പം എന്നെ ആയിരുന്നു നോക്കാൻ വേണ്ടി വിട്ടത്. കാളവണ്ടി തെളിക്കാൻ ഒരാളുണ്ട്, പിന്നെ അത് നോക്കാൻ വേണ്ടി എന്നെ. അങ്ങനെ ഞാനും കാളവണ്ടിക്കാരനും ഒക്കെ ആയിട്ട് ഈ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചന്തയിലോട്ട് ചെന്നിറങ്ങുന്ന ഒരുത്തൻ ഇറങ്ങി വന്നു. അത് അവിടുത്തെ ഗുണ്ട പിരിവിനായിട്ട് വന്ന് കീലേരി അച്ചു ഭയങ്കര ഗുണ്ടായിരുന്നു. ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ട്. പിന്നെ അല്ലല്ല, പിന്നെ ഇത് ഈ വാരിക്കാടൻ ബോസ് എന്ന ഗുണ്ടയുടെ പേര്. വാരിക്കാടൻ ബോസ് എന്ന് പറഞ്ഞ ഒരു 7-8 അടി പൊക്കവും അതിന്റെ വണ്ണവും ഉണ്ട്. അല്ല, വേണേല് 1.5 അടി നീ കുറച്ചു. 6 അടി പൊക്കം എന്തായാലും വരും. എന്റെ അത്രയും പൊക്കവും അതുപോലുള്ള കൂടുതൽ എന്തിനാ പറയുന്നത്, എന്നെ നോക്കുന്നോലിരിക്കും. അപ്പം അവനിങ്ങനെ വന്നിട്ട് എന്റെ കാളവണ്ടിക്കാരൻ്റെ അടുത്ത് കാശ് ചോദിച്ചു, പിരിവ്. അയാൾ പറഞ്ഞു എന്റെ ഈ കാശില്ലെന്ന് പറഞ്ഞു. ഒരൊറ്റ അടി കാളവണ്ടിക്കാരൻ. കാളവണ്ടിക്കാരൻ മറിഞ്ഞ് താഴെ വീണ്. ഇത് കണ്ടതും ഞാൻ കാളവണ്ടിന്ന് ഒരൊറ്റ ചാടി ഇറക്കമായിരുന്നു. ഓടാനല്ലടാ, താഴെ ചാടി ഇറങ്ങിയിട്ട് വാരിക്കാടൻ ബോസിന്റെ കഴുത്ത് നോക്കി ഒരു കുത്തുകുത്തി. കത്തിയൊക്കെ എന്തിനാ, എന്റെ വിരല് മതി. വിരല് വെച്ചാണ്ട് കഴുത്തിന് ഇങ്ങനെ ഒരു കയറ്റി അവനപ്പ താഴെ വീണ്. പിന്നെ അവിടെ ഇട്ട് 4 ചവിട്ടി കൂട്ടി ഒരു പരുവാക്കി. പിന്നെ അവസാനം ചന്തയിൽ നിന്ന എല്ലാരും കൂടെ യവനെ പെട്ടിയോട്ടോയിൽ കയറ്റി ആശുപത്രി. അപ്പൊ അയാൾ പിന്നെ ഏതാണ്ട് ജീവിച്ചൊക്കെ പോയെന്നാ കേട്ടുള്ളൂ. പിന്നെ അവൻ റൗഡിത്തരം കാണിച്ചൊന്നും വന്നിട്ടില്ല, ചന്തയിലേ വന്നിട്ടില്ല. ഈ സംഭവം അറിഞ്ഞ ഉടനെ മാമന്, എന്റെ മാമൻ പറഞ്ഞു, അതുവരെ കളരി പഠിപ്പിക്കായിരുന്ന മാമന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ മോനെ, ഇന്ന് മുതൽ നിന്നെ ഞാൻ കളരി പഠിപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാമന് ഈ ഫീൽഡിലോട്ട് വന്നത്. അവസാനം കഴിഞ്ഞ വർഷം കളരി രത്ന വരെ കിട്ടി. നീ എന്റെ കൂടെ വരികയാണെങ്കിൽ നിന്നെ പഠിപ്പിച്ച് കളരി രത്ന ആക്കി തരാം. എന്താ പറയുന്നത്? കളരി രത്ന നിന്നെ ആക്കി തരാം. ബാ. അപ്പൊ നീ ആശാന്റെ അടുത്ത് ചെന്നിട്ട് പറയണം, എന്താ പറയും, ഞാൻ രാജിവെക്കാന്ന് പറയണം. രാജിവെച്ചിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്യാന്ന് പറയണം. പറഞ്ഞു കേട്ടല്ലോ? ബാ. എന്താ മാമ മുഖത്തൊരു ദുഷ്കളിന്നതാ, അല്ലൊരു വല്ലായ്മ? കഴിച്ചു പോയേ? പെടലിക്കൂ, ഇവിടാ അങ്ങോട്ട് നോക്കടാ. മാമന്റെ വണ്ടി തള്ളിക്കൊണ്ട് പോകുന്നത്. ആശാന്റെ വണ്ടി ആശാൻ വിറ്റാ? ഞാൻ വിറ്റൊന്നുമില്ല, എന്റെ മോൻ വിറ്റ്. ശുദ്ധമായ പൈസയ്ക്കപ്പം വിറ്റ വന്നു. എന്ത് പാടുപെട്ട് ഇത്തിരി നന്നാക്കിയിട്ടിരുന്ന വണ്ടിന്നറിയാമോ?
ആ എന്നിട്ടാണോ വണ്ടി തള്ളിക്കൊണ്ട് പോന്നേ? എടാ വണ്ടി തള്ളിക്കൊണ്ട് പോണ എന്തെന്നറിയാം, ആ, കൂടെ കൂടെ വണ്ടി നന്നാക്കുമ്പോൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കും. ആ. അങ്ങനെ അതിൽ കിടന്ന പെട്രോൾ അത്രയും തീർന്ന്, ആ. അതുകൊണ്ട് പെട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ് തള്ളിക്കൊണ്ട് പോണത്. അത് ശരി. ആ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. ആ. ഫസ്റ്റ് കയറി ഇട്ടാ മതി, ആ. കുതിര പോകുമ്പോൾ ഒരു ഒറ്റ പോക്കാണ് ഇവർ. ആ എന്ത് ചെയ്യാൻ നമ്മളെ കഷ്ടകാലം. മനു വിഷമമുണ്ടല്ലേ? അമ്മ ഇതൊന്നും ഓർത്തിട്ടേ വിഷമിക്കരുത്. ഗീത പറയുന്നത് എന്താ? ഞാൻ തീര സുമതീര മോളാ. എന്റെ മാമ എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നത്. എന്ത് പറഞ്ഞാലും പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അവസാനം. ഇനി പെണ്ണിന്റെ പേര് നീ പറഞ്ഞതാ? എന്റെ മാമ ഗീത, നമ്മുടെ മാതായ ഗ്രന്ഥം ഭഗവത്ഗീത. ഓ അങ്ങനെ. അത് ഈ പറയുന്നത് എന്താ? ഓ എന്ത്? നഷ്ടപ്പെട്ടതോർത്ത് നമ്മൾ വിഷമിക്കരുത്. ഇന്ന് മാമന്റെ കയ്യിൽ ഇരുന്ന സാധനം ഇന്നലെ വേറെ ആരുടെയോ കയ്യിലായിരുന്നു. മാമൻ ഇത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അയാളുടെ കയ്യിലായി. അയാൾ ആക്രിക്ക് കൊടുക്കുന്നു, ആക്രിക്കാരൻ പൊളിക്കുന്നു. ശാശ്വതമായിട്ടുള്ള ഒന്നുമില്ല മാമ ഭൂമിയില്. അതുകൊണ്ട് മാമൻ സമാധാനമായിട്ട് എനിക്കടുത്ത് പോയി തരാം. അവൻ തത്വവും ന്യായവും കൊണ്ടായിരുന്നു പോണ്ട ജോലി വെച്ചു. എനിക്കിവിടെ വേറെ പണിയുണ്ട്. ഞാനിത് ഉള്ള കാര്യം പറഞ്ഞല്ലോ മാ. ഇതാ ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനും പറ്റത്തില്ലെന്ന് വെച്ചാൽ